ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ സെൽസിനെ പറ്റിയാണ്. അതായത് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ സോളാർ സെൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം സോളാർ സെൽസിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സോളാർ സെൽ അറേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സോളാർ എനർജി എന്താണെന്ന് അറിയണം, അല്ലേ? ഇപ്പോൾ സോളാർ എനർജി നമുക്ക് പരിചയമുള്ളതാണ്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റ് ആൻഡ് ലൈറ്റ് രണ്ടും ഒന്നിച്ചുള്ളതാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പം സൺ റേസിലുള്ള ഹീറ്റ് എനർജീനെ ആദ്യം മുതൽക്ക് നമ്മൾ പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുക്കിംഗ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റിൽ നിന്നിട്ടുള്ള ഒരു എസ്കേപ്പിന് ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ ഹീറ്റ് എനർജി യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എങ്കിൽ ഈ ലൈറ്റ് എനർജീനെ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയാണ് സോളാർ സെല്ലിൻ്റെ ഇൻവെൻഷന് കാരണമായത്. അതുകൊണ്ട് തന്നെ എനർജി ക്രൈസിസിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടും ഈ സോളാർ സെൽസിൻ്റെ ഇൻവെൻഷൻ സഹായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സോളാർ സെൽസിലുള്ളത് ഫോട്ടോ വോൾട്ടായിക് സെൽ, അതായത് സോളാർ സെല്ലിനെ തന്നെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിനെ അത് അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്നുള്ള ഒരു ഫെനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അതിനുള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് സോളാർ സെല്ലിനെ ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ PV സെൽ എന്നും പേര് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ സോളാർ സെല്ലിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എനർജി അല്ലെങ്കിൽ അതിലുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇവയൊക്കെ എത്രമാത്രം ലൈറ്റിലാണ് നമ്മൾ ആ സോളാർ സെല്ലിനെ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ ആസ്പദമാക്കി വേരി ചെയ്യുന്നു എന്നുള്ളതാണ് സോളാർ സെല്ലിൻ്റെ പ്രത്യേകത. അതായത് എല്ലാ ക്ലൈമറ്റിലും സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല സോളാർ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ലൈറ്റ് എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയത്തായിരിക്കും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ കൂടുതൽ പെർഫോംഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു PV സിസ്റ്റത്തിൻ്റെ എൻ്റെ ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു സോളാർ പാനലിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് സോളാർ സെല്ല് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സോളാർ സെല്ല് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ ജനറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, അതുപോലെ ലൈറ്റ് റേസിൻ്റെ അല്ലെങ്കിൽ ലൈറ്റ്സിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടറായിട്ട് നമുക്ക് സോളാർ സെൽസിനെ യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു PV സെല്ലിന് ഡിഫറെൻറ്റ് സൈസസിലും അതുപോലെ തന്നെ ഷേപ്സിലും നമുക്ക് അവൈലബിൾ ആണ്. എങ്കിൽ കൂടി ക്രിസ്റ്റലൈൻ സിലിക്കൺ PV സെൽസ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് വേവ് ഷേപ്പിലാണ്, അല്ലെങ്കിൽ വേവ്സ് ആയിട്ടാണ് നമുക്ക് എനർജീനെ ലഭ്യമാകുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് ഒരു വേവ് ഫോമിലാണ്. അപ്പോൾ ഈ വേവ് ഫോമിൽ വരുന്നത് തന്നെ ഡിഫറെൻ്റ്, അതായത് സൂര്യനിൽ പല കിരണങ്ങളുണ്ട്, അല്ലേ? അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ, വിസിബിൾ, അതായത് നമുക്ക് നമ്മളെ വിബ്ജിയോർ വരുന്നത് ആണ് വിസിബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള വേവ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ സോളാർ സെൽസ് യൂസ് ചെയ്യുന്നത് വിസിബിൾ റേസിൻ്റെ റേഞ്ചിലുള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോളാർ സെൽസ് വർക്ക് ചെയ്യുന്നത്. ഇനി സോളാർ സെൽ ഒരൊറ്റ സിംഗിൾ സോളാർ സെല്ലിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സോളാർ സെൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. അപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയിൽ വരുന്ന പ്രോപ്പർട്ടി, അല്ലേ? അതായത് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ചാലകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നതാണ്
കണ്ടക്ടർ എന്ന് പറയുന്നത്. പക്ഷേ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കണ്ടക്ടറിൻ്റെ അത്ര തന്നെ കണ്ടക്ടിവിറ്റി ഇല്ല എങ്കിലും കുറച്ച് കണ്ടക്ടിവിറ്റി മാത്രമുള്ളത്. പക്ഷേങ്കിൽ ഇൻസുലേറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഒട്ടും കണ്ടക്റ്റീവ് അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കൺ ആണ് സാധാരണ നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതായത് സെമി കണ്ടക്ടറിൻ്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് ഫോമാണ് നമ്മളിവിടെ കളക്ട് ചെയ്യാറുള്ളത്. ഇനി ഒരു സോളാർ സെൽ എന്ന് പറയുന്നത് 3 ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ല. സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണ് തന്നെ 3 ഭാഗങ്ങളായിട്ട് അല്ലെ 3 ടൈപ്പ് ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്താണ് നമ്മൾ ഒരു സോളാർ സെല്ലിനെ ഉണ്ടാക്കുന്നത്. അതായത് നമുക്കതിനെ ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് പറഞ്ഞ് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ടോപ്പ് ഭാഗം നമ്മൾ പറയുകയാണെങ്കിൽ ടോപ്പ് ഭാഗം ബേസിക്കലി സിലിക്കൺ, അതായത് പ്യുവർ സിലിക്കൺ ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം സിലിക്കണിനെ അപേക്ഷിച്ച് ഫോസ്ഫറിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അധികമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോമ്പിനേഷൻ, അതായത് സിലിക്കണിലേക്ക് നമ്മൾ ഫോസ്ഫറസിന് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പൈൻ ചെയ്യാതെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടിരിക്കും. ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുള്ള കമ്പൈൻ ചെയ്യാതെ ഇരിക്കുന്ന ഇലക്ട്രോണിന് കൂടുതൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു കൂടുതൽ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആയിട്ടിരിക്കുകയും അവിടെ കണ്ടക്ഷൻ കൂടുതൽ നടക്കുകയും ഇലക്ട്രോണിൻ്റെ കണ്ടക്ഷൻ കൂടുതൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോണിന് നമ്മൾ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് ലെയറിലുള്ള ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലെയറിനെ നമ്മൾ എൻ ടൈപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് ലെയർ എന്നാണ് നമ്മൾ പറയാറുള്ളത്, അവിടുത്തെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി ബോട്ടം ലെയർ ആണെങ്കിലും ബേസിക്കലി സിലിക്കൺ ആണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബോറോൺ ആണ്. അതായത് ബോറോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലിക്കണിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ് ബോറോണിലുള്ളത്. അപ്പോൾ അവിടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ അഭാവം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് അവിടെ ഉണ്ടാകും. അപ്പോൾ സിലിക്കണും ബോറോണും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ അഭാവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അഭാവം ഉണ്ടാകുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ആ ഹോളിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. അപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പോസിറ്റീവ് ചാർജുള്ള ഹോൾസും അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും കണ്ടക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് മാത്രമായിരിക്കും അവിടെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പം ഈ ഒരു ബോട്ടം പോർഷനിൽ നമ്മൾ സിലിക്കണിൻ്റെ കൂടെ ബോറോൺ ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മിസ്സിങ് ഇലക്ട്രോൺ ഉണ്ടാവുകയും എഫക്റ്റീവ്ലി ആ പോർഷന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോട്ടം ലെയറിന് പി ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് എന്ന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി പോസിറ്റീവിൻ്റെയും അതുപോലെ തന്നെ നെഗറ്റീവ് ടൈപ്പിൻ്റെയും സെൻറ്ററിലുള്ളതാണ് മിഡിൽ പോർഷൻ. ഈ മിഡിൽ പോർഷനെ നമ്മൾ പി എൻ ജംഗ്ഷൻ എന്നാണ് പേര് കൊടുക്കാറുള്ളത്. അതായത് അവിടെ അതിനെ നമ്മൾ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്നും പേര് കൊടുക്കും. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിലാണ് സൺലൈറ്റ് വന്ന് പതിക്കുന്നതും അവിടെ നിന്നാണ് ഇലക്ട്രോൺസിൻ്റെ അതുപോലെ തന്നെ ഹോൾസിൻ്റെ ജനറേഷനും ബാക്കി കണ്ടക്റ്റിംഗ് പ്രോസസ്സുകളും നടക്കുന്നത്. അപ്പം ഈ ഒരു റീജിയൻ, അതായത് മിഡിൽ റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന ലെയർ എൻ ടൈപ്പ് ആണെങ്കിൽ അത് വളരെ തിന്നായിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഇനി എൻ ടൈപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അതായത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിക്കലിനെയോ അല്ലെങ്കിൽ സിൽവറോ ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് ടെർമിനൽ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു എൻ ടൈപ്പിൽ നിന്ന്
ആ ഒരു മെറ്റൽ കോട്ടിങ് അല്ലെങ്കിൽ മെറ്റൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ പി ടൈപ്പിൻ്റെ അടിഭാഗത്ത് നിന്ന്, അതായത് അതിൻ്റെ ബോട്ടം ഭാഗത്ത് നിന്നാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ അലൂമിനിയം പ്ലേറ്റോ അല്ലെങ്കിൽ നിക്കൽ പ്ലേറ്റോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനലിനെ എക്സ്റ്റേണലായിട്ട് എടുക്കുന്നത്. അത് നമ്മളിപ്പോൾ വേവ്സ്, അതായത് സണ്ണിൽ നിന്ന് വരുന്ന വേവ്സിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ 350 തൊട്ട് 1140 നാനോമീറ്റർ വരെ വേവ് ലെങ്ത്തിൽ വരുന്നവയാണ് സാധാരണ നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വിസിബിൾ സ്പെക്ട്രം ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് വിസിബിൾ റേസ് ആയിട്ടുള്ള വിബ്ജിയോ ആണ് സാധാരണ ആ ഒരു ഇതിലേക്ക് വരുന്നത്, ആ ഒരു വേവ് ലെങ്ത്തിൽ വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതും ആ സ്പെക്ട്രത്തിലുള്ളതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണെങ്കിൽ അതിന് വളരെ കുറഞ്ഞ വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആണുള്ളത്. അപ്പം ഈ ഒരു നമ്മളെ പാനലിൽ അല്ലെങ്കിൽ സെല്ലിൽ എത്തുന്നതിന് മുമ്പ് ആ സർഫേസിൽ എത്തുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു. അതിനൊരിക്കലും ആ ഒരു ഡിപ്ലീഷൻ ലെയറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ മിഡിൽ ലെയറിലേക്ക് ഒരിക്കലും അതിനെ വന്നെത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അൾട്രാ വയലറ്റ് റേസ് ആണെങ്കിൽ അതിന് വലിയ വേവ് ലെങ്ത് ആണ്. അപ്പോൾ അത് നമ്മുടെ മിഡിൽ ലെയറും അതുപോലെ തന്നെ ബോട്ടം ലെയറും കടന്നു പോവുകയാണ് ചെയ്യുക. ഒരിക്കലും മിഡിൽ ലെയറിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കാൻ അത് സഹായിക്കുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ വിസിബിൾ റേസ് ആണ് എങ്കിൽ അത് നമ്മുടെ മിഡിൽ ലെയറിൽ വന്ന് ഹിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ആ ഒരു സണ്ണിൻ്റെ എനർജി മൂലം അവിടെ ആ ഒരു മിഡിൽ ലെയറിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ഇൻവോൾവ് ആവാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഇവോൾവ് ആകപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജാണ് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും അത് നെഗറ്റീവ് എൻ ടൈപ്പിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു, അതായത് നെഗറ്റീവ് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺ എവിടെ നിന്നാണോ ഇവോൾവ് ചെയ്തത് ആ ഭാഗം പോസിറ്റീവ് ആയിട്ട് വരികയും അത് പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു കൊളീഷൻ, അതായത് സൺലൈറ്റിൻ്റെ കൊളീഷൻ ഡിപ്ലീഷൻ ലെയറിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് കുറേ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജസ് അവിടെ ക്രിയേറ്റ് ആവുകയും നമ്മളൊരു എക്സ്റ്റേണൽ ടെർമിനലിൽ കൂടി നമ്മൾ സപ്ലൈ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കണ്ടിന്യൂസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സെല്ലിന് വളരെ കുറഞ്ഞ വാട്ട്സ്, അതായത് നമുക്ക് ഒരു വളരെ കുറഞ്ഞ വാട്ട്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വലിയ വാട്ടേജ്, അതായത് ഇപ്പോൾ 1000 വാട്ട്സ് പോലെയൊന്നും നമുക്ക് അവൈലബിൾ, ഒരു സിംഗിൾ സെല്ല് വെച്ച് അവൈലബിൾ അല്ല. അപ്പോൾ അത്രയും വലിയ വാട്ടേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിലും പ്രൊവൈഡ് ചെയ്യുന്ന വാട്ട്സ് അല്ലെങ്കിൽ എനർജീനെ, പവറിനെ നമുക്ക് ആഡ് ചെയ്ത് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു വലിയ പവറായിട്ട് നമുക്കൊരു സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഒരു സിംഗിൾ സെല്ലിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ പവർ ഔട്ട്പുട്ട് ഒരു സോളാർ പാനലിന് നമുക്ക് കിട്ടും. പക്ഷേ ഈ സോളാർ പാനൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക, അതായത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് എത്ര വോൾട്ടേജ് അല്ലെങ്കിൽ എത്ര കറണ്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സെല്ലുകളെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നാണ് ഒരു സോളാർ പാനൽ ഉണ്ടാകുന്നത്. സോളാർ പാനലുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അറേ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ എനർജീനെ, പവറിനെ നമുക്ക് ആഡ് ചെയ്ത് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു വലിയ പവറായിട്ട് നമുക്കൊരു സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഒരു സിംഗിൾ സെല്ലിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ പവർ ഔട്ട്പുട്ട് ഒരു സോളാർ പാനലിന് നമുക്ക് കിട്ടും. പക്ഷേ ഈ സോളാർ പാനൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക, അതായത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് എത്ര വോൾട്ടേജ് അല്ലെങ്കിൽ എത്ര കറണ്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സെല്ലുകളെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നാണ് ഒരു സോളാർ പാനൽ ഉണ്ടാകുന്നത്. സോളാർ പാനലുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അറേ ഫോം ചെയ്യുന്നത്. ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ സെൽസിനെ പറ്റിയാണ്. അതായത് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ സോളാർ സെൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം സോളാർ സെൽസിൻ്റെ കൺസ്ട്രക്ഷൻ,
വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സോളാർ സെൽ അറേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സോളാർ എനർജി എന്താണെന്ന് അറിയണം അല്ലേ. ഇപ്പോൾ സോളാർ എനർജി നമുക്ക് പരിചയമുള്ളതാണ്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റ് ആൻഡ് ലൈറ്റ് രണ്ടും ഒന്നിച്ചുള്ളതാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പം സൺ റേസിലുള്ള ഹീറ്റ് എനർജീനെ ആദ്യം മുതൽക്കേ നമ്മൾ പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുക്കിംഗ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റിൽ നിന്നിട്ടുള്ള ഒരു എസ്കേപ്പിന് ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ ഹീറ്റ് എനർജി യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എങ്കിൽ ഈ ലൈറ്റ് എനർജീനെ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയാണ് സോളാർ സെല്ലിൻ്റെ ഇൻവെൻഷന് കാരണമായത്. അതുകൊണ്ട് തന്നെ എനർജി ക്രൈസിസിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടും ഈ സോളാർ സെൽസിൻ്റെ ഇൻവെൻഷൻ സഹായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സോളാർ സെൽസിലുള്ളത് ഫോട്ടോ വോൾട്ടായിക് സെൽ, അതായത് സോളാർ സെല്ലിനെ തന്നെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിനെ അത് അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്നുള്ള ഒരു ഫെനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അതിനുള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് സോളാർ സെല്ലിനെ ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ PV സെൽ എന്നും പേര് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ സോളാർ സെല്ലിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എനർജി അല്ലെങ്കിൽ അതിലുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇവയൊക്കെ എത്രമാത്രം ലൈറ്റിലാണ് നമ്മൾ ആ സോളാർ സെല്ലിനെ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ ആസ്പദമാക്കി വേരി ചെയ്യുന്നു എന്നുള്ളതാണ് സോളാർ സെല്ലിൻ്റെ പ്രത്യേകത. അതായത് എല്ലാ ക്ലൈമറ്റിലും സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല സോളാർ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ലൈറ്റ് എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയത്തായിരിക്കും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ കൂടുതൽ പെർഫോംഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു PV സിസ്റ്റത്തിൻ്റെ എൻ്റെ ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു സോളാർ പാനലിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് സോളാർ സെല്ല് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സോളാർ സെല്ല് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ ജനറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, അതുപോലെ ലൈറ്റ് റേസിൻ്റെ അല്ലെങ്കിൽ ലൈറ്റ്സിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടറായിട്ട് നമുക്ക് സോളാർ സെൽസിനെ യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു PV സെല്ലിന് ഡിഫറെൻറ്റ് സൈസസിലും അതുപോലെ തന്നെ ഷേപ്സിലും നമുക്ക് അവൈലബിൾ ആണ്. എങ്കിൽ കൂടി ക്രിസ്റ്റലൈൻ സിലിക്കൺ PV സെൽസ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ന് പറയുന്നത് വേവ് ഷേപ്പിലാണ് അല്ലെങ്കിൽ വേവ്സ് ആയിട്ടാണ് നമുക്ക് എനർജീനെ ലഭ്യമാകുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് ഒരു വേവ് ഫോമിലാണ്. അപ്പോൾ ഈ വേവ് ഫോമിൽ വരുന്നത് തന്നെ ഡിഫറെൻ്റ്, അതായത് സൂര്യനിൽ പല കിരണങ്ങളുണ്ട് അല്ലേ. അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ, വിസിബിൾ, അതായത് നമുക്ക് നമ്മൾ വിബ്ജിയോർ വരുന്നത് ആണ് വിസിബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ്, ഇങ്ങനെ ഡിഫറെൻ്റ് വേവ് ലെങ്ത്തിലുള്ള വേവ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ സോളാർ സെൽസ് യൂസ് ചെയ്യുന്നത് വിസിബിൾ റേസിൻ്റെ റേഞ്ചിലുള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോളാർ സെൽസ് വർക്ക് ചെയ്യുന്നത്. ഇനി സോളാർ സെൽ ഒരൊറ്റ സിംഗിൾ സോളാർ സെല്ലിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സോളാർ സെൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. ഇപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയിൽ വരുന്ന പ്രോപ്പർട്ടി അല്ലേ. അതായത് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ചാലകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നതാണ്
കണ്ടക്ടർ എന്ന് പറയുന്നത്. പക്ഷേ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കണ്ടക്ടറിൻ്റെ അത്ര തന്നെ കണ്ടക്ടിവിറ്റി ഇല്ല എങ്കിലും കുറച്ച് കണ്ടക്ടിവിറ്റി മാത്രമുള്ളത്. പക്ഷേങ്കിൽ ഇൻസുലേറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഒട്ടും കണ്ടക്റ്റീവ് അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കൺ ആണ് സാധാരണ നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതായത് സെമി കണ്ടക്ടറിൻ്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് ഫോമാണ് നമ്മളിവിടെ കളക്ട് ചെയ്യാറുള്ളത്. ഇനി ഒരു സോളാർ സെൽ എന്ന് പറയുന്നത് 3 ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ല. സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണ് തന്നെ 3 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 3 ടൈപ്പ് ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്താണ് നമ്മൾ ഒരു സോളാർ സെല്ലിനെ ഉണ്ടാക്കുന്നത്. അതായത് നമുക്കതിനെ ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് പറഞ്ഞ് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ടോപ്പ് ഭാഗം നമ്മൾ പറയുകയാണെങ്കിൽ ടോപ്പ് ഭാഗം ബേസിക്കലി സിലിക്കൺ, അതായത് പ്യുവർ സിലിക്കൺ ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാരണം സിലിക്കണിനെ അപേക്ഷിച്ച് ഫോസ്ഫറിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അധികമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോമ്പിനേഷൻ, അതായത് സിലിക്കണിലേക്ക് നമ്മൾ ഫോസ്ഫറസിന് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പൈൻ ചെയ്യാതെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടിരിക്കും. ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുള്ള കമ്പൈൻ ചെയ്യാതെ ഇരിക്കുന്ന ഇലക്ട്രോണിന് കൂടുതൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു കൂടുതൽ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫറസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയും അവിടെ കണ്ടക്ഷൻ കൂടുതൽ നടക്കുകയും ഇലക്ട്രോണിൻ്റെ കണ്ടക്ഷൻ കൂടുതൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോണിന് നമ്മൾ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് ലെയറിലുള്ള ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലെയറിനെ നമ്മൾ എൻ ടൈപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് ലെയർ എന്നാണ് നമ്മൾ പറയാറുള്ളത്, അവിടുത്തെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി ബോട്ടം ലെയർ ആണെങ്കിലും ബേസിക്കലി സിലിക്കൺ ആണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബോറോൺ ആണ്. അതായത് ബോറോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലിക്കണിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ് ബോറോണിലുള്ളത്. അപ്പോൾ അവിടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ അഭാവം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് അവിടെ ഉണ്ടാകും. അപ്പോൾ സിലിക്കണും ബോറോണും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ അഭാവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അഭാവം ഉണ്ടാകുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ആ ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പോസിറ്റീവ് ചാർജുള്ള ഹോൾസും അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും കണ്ടക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് മാത്രമായിരിക്കും അവിടെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പം ഈ ഒരു ബോട്ടം പോർഷനിൽ നമ്മൾ സിലിക്കണിൻ്റെ കൂടെ ബോറോൺ ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മിസ്സിങ് ഇലക്ട്രോൺ ഉണ്ടാവുകയും എഫക്റ്റീവ്ലി ആ പോർഷന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോട്ടം ലെയറിന് പി ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് എന്ന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി പോസിറ്റീവിൻ്റെയും അതുപോലെ തന്നെ നെഗറ്റീവ് ടൈപ്പിൻ്റെയും സെൻറ്ററിലുള്ളതാണ് മിഡിൽ പോർഷൻ. ഈ മിഡിൽ പോർഷനെ നമ്മൾ PN ജംഗ്ഷൻ എന്നാണ് പേര് കൊടുക്കാറുള്ളത്. അതായത് അവിടെ അതിനെ നമ്മൾ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്നും പേര് കൊടുക്കും. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിലാണ് സൺലൈറ്റ് വന്ന് പതിക്കുന്നതും അവിടെ നിന്നാണ് ഇലക്ട്രോൺസിൻ്റെ അതുപോലെ തന്നെ ഹോൾസിൻ്റെ ജനറേഷനും ബാക്കി കണ്ടക്റ്റിംഗ് പ്രോസസ്സുകളും നടക്കുന്നത്. അപ്പം ഈ ഒരു റീജിയൻ, അതായത് മിഡിൽ റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന ലെയർ എൻ ടൈപ്പ് ആണെങ്കിൽ അത് വളരെ തിന്നായിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഇനി എൻ ടൈപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അതായത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിക്കലിനെയോ അല്ലെങ്കിൽ സിൽവറോ ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് ടെർമിനൽ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു എൻ ടൈപ്പിൽ നിന്ന്
ആ ഒരു മെറ്റൽ കോട്ടിങ് അല്ലെങ്കിൽ മെറ്റൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ പി ടൈപ്പിൻ്റെ അടിഭാഗത്ത് നിന്ന്, അതായത് അതിൻ്റെ ബോട്ടം ഭാഗത്ത് നിന്നാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ അലൂമിനിയം പ്ലേറ്റോ അല്ലെങ്കിൽ നിക്കൽ പ്ലേറ്റോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനലിനെ എക്സ്റ്റേണലായിട്ട് എടുക്കുന്നത്. അത് നമ്മളിപ്പോൾ വേവ്സ്, അതായത് സണ്ണിൽ നിന്ന് വരുന്ന വേവ്സിൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ 350 തൊട്ട് 1140 നാനോമീറ്റർ വരെ വേവ് ലെങ്ത്തിൽ വരുന്നവയാണ് സാധാരണ നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വിസിബിൾ സ്പെക്ട്രം ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് വിസിബിൾ റേസ് ആയിട്ടുള്ള വിബ്ജിയോ ആണ് സാധാരണ ആ ഒരു ഇതിലേക്ക് വരുന്നത്, ആ ഒരു വേവ് ലെങ്ത്തിൽ വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതും ആ സ്പെക്ട്രത്തിലുള്ളതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണെങ്കിൽ അതിന് വളരെ കുറഞ്ഞ വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആണുള്ളത്. അപ്പം ഈ ഒരു നമ്മളെ പാനലിൽ അല്ലെങ്കിൽ സെല്ലിൽ എത്തുന്നതിന് മുമ്പ് ആ സർഫേസിൽ എത്തുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു. അതിനൊരിക്കലും ആ ഒരു ഡിപ്ലീഷൻ ലെയറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ മിഡിൽ ലെയറിലേക്ക് ഒരിക്കലും അതിനെ വന്നെത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അൾട്രാ വയലറ്റ് റേസ് ആണെങ്കിൽ അതിന് വലിയ വേവ് ലെങ്ത് ആണ്. അപ്പോൾ അത് നമ്മുടെ മിഡിൽ ലെയറും അതുപോലെ തന്നെ ബോട്ടം ലെയറും കടന്നു പോവുകയാണ് ചെയ്യുക. ഒരിക്കലും മിഡിൽ ലെയറിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കാൻ അത് സഹായിക്കുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ വിസിബിൾ റേസ് ആണ് എങ്കിൽ അത് നമ്മുടെ മിഡിൽ ലെയറിൽ വന്ന് ഹിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ആ ഒരു സണ്ണിൻ്റെ എനർജി മൂലം അവിടെ ആ ഒരു മിഡിൽ ലെയറിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ഇൻവോൾവ് ആവാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഇവോൾവ് ആകപ്പെടുന്ന ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും അത് നെഗറ്റീവ് എൻ ടൈപ്പിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു, അതായത് നെഗറ്റീവ് ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺ എവിടെ നിന്നാണോ ഇവോൾവ് ചെയ്തത് ആ ഭാഗം പോസിറ്റീവ് ആയിട്ട് വരികയും അത് പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു കൊളീഷൻ, അതായത് സൺലൈറ്റിൻ്റെ കൊളീഷൻ ഡിപ്ലീഷൻ ലെയറിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് കുറേ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജസ് അവിടെ ക്രിയേറ്റ് ആവുകയും നമ്മളൊരു എക്സ്റ്റേണൽ ടെർമിനലിൽ കൂടി നമ്മൾ സപ്ലൈ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കണ്ടിന്യൂസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സെല്ലിന് വളരെ കുറഞ്ഞ വാട്ട്സ്, അതായത് നമുക്ക് വളരെ കുറഞ്ഞ വാട്ട്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വലിയ വാട്ടേജ്, അതായത് ഇപ്പോൾ 1000 വാട്ട്സ് പോലെയൊന്നും നമുക്ക് അവൈലബിൾ, ഒരു സിംഗിൾ സെല്ല് വെച്ച് അവൈലബിൾ അല്ല. അപ്പോൾ അത്രയും വലിയ വാട്ടേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിലും പ്രൊവൈഡ് ചെയ്യുന്ന വാട്ട്സ് അല്ലെങ്കിൽ എനർജീനെ, പവറിനെ നമുക്ക് ആഡ് ചെയ്ത് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു വലിയ പവറായിട്ട് നമുക്കൊരു സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഒരു സിംഗിൾ സെല്ലിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ പവർ ഔട്ട്പുട്ട് ഒരു സോളാർ പാനലിന് നമുക്ക് കിട്ടും. പക്ഷേ ഈ സോളാർ പാനൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക, അതായത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് എത്ര വോൾട്ടേജ് അല്ലെങ്കിൽ എത്ര കറണ്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സെല്ലുകളെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നാണ് ഒരു സോളാർ പാനൽ ഉണ്ടാകുന്നത്. സോളാർ പാനലുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അറേ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ എനർജീനെ, പവറിനെ നമുക്ക് ആഡ് ചെയ്ത് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു വലിയ പവറായിട്ട് നമുക്കൊരു സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഒരു സിംഗിൾ സെല്ലിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ പവർ ഔട്ട്പുട്ട് ഒരു സോളാർ പാനലിന് നമുക്ക് കിട്ടും. പക്ഷേ ഈ സോളാർ പാനൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക, അതായത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് എത്ര വോൾട്ടേജ് അല്ലെങ്കിൽ എത്ര കറണ്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സെല്ലുകളെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നാണ് ഒരു സോളാർ പാനൽ ഉണ്ടാകുന്നത്. സോളാർ പാനലുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അറേ ഫോം ചെയ്യുന്നത്. ഇനി ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു സോളാർ സെല്ലിൻ്റെ സിമ്പൽ, അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ,
അതായത് ഒരു സോളാർ സെല്ലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. അതായത് ഫ്രണ്ട് ഇലക്ട്രോഡ്, അതിന് നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോഡ്സ്, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നെഗറ്റീവ് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് ഇലക്ട്രോഡാണിത്. അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഔട്ടിൽ, അതായത് ഏറ്റവും സർഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഗ്ലാസസ്. പിന്നെ ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിലാണ് നമ്മൾ എൻ ടൈപ്പ് സിലിക്കൺ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ സിലിക്കൻ്റെ കൂടെ ഫോസ്ഫറസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് പി ടൈപ്പ് സിലിക്കൺ, അതായത് ബോറോൺ ആഡ് ചെയ്തിട്ടുള്ള സിലിക്കൺ ഉള്ളത്. പിന്നെ അതിൻ്റെ അടിഭാഗത്താണ് ബാക്ക് ഇലക്ട്രോഡ്, അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ടെർമിനൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ഇലക്ട്രോഡാണ് ബോട്ടം പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും അതുപോലെ തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ടു, അതായത് എൻ ടൈപ്പ് ടു പി ടൈപ്പ് ആയിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ. പിന്നെ ഇവിടെ ഡിപ്ലീഷൻ ലെയർ നമുക്ക് കാണാം, അതായത് പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷനിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എൻ ടൈപ്പിലേക്കും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോസിറ്റീവ് ചാർജസ് പി ടൈപ്പിലേക്കും നെഗറ്റീവ് ചാർജസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം നെഗറ്റീവ് ചാർജസിൻ്റെ കളക്ഷൻ നടക്കുന്നത് എൻ ടൈപ്പിലും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജസിൻ്റെ കളക്ഷൻ നടക്കുന്നത് പി ടൈപ്പിലുമാണ്. അങ്ങനെയാണ് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഇവിടെ ഒരു കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി സൺലൈറ്റിൻ്റെ പ്രസൻസിലുമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ സൺലൈറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോഡിലേക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടോപ്പ് സർഫേസ് എപ്പോഴും എക്സ്ട്രീംലി തിൻ ലെയർ ആയിരിക്കണം. കാരണം നമുക്ക് സൺലൈറ്റിനെ ഈസി ആയിട്ട് നമുക്ക് ഡിപ്ലീഷൻ ലെയറിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് തിൻ ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിക്കൽ പ്ലേറ്റഡ് റിംഗ്സ് ആണ് നമ്മൾ പി ടൈപ്പിൻ്റെ മുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്, അതായത് പോസിറ്റീവ് ഔട്ട്പുട്ട് ടെർമിനൽ എടുക്കാൻ. അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ അതായത് നമ്മുടെ സർഫേസ് ഏരിയ കൂടുന്നതിനനുസരിച്ച്, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ട്രിപ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, സോളാർ സെല്ലിന് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഫോട്ടോവോൾട്ടായിക് സെല്ല് എന്ന് പറയുന്നത് ഹൈ പ്യൂരിറ്റി ഉള്ള സിലിക്കൺ ആണ്. ഓക്കെ, അതായത് സിലിക്കണിനെ നമ്മൾ പി ടൈപ്പ് ആക്കിയും അതുപോലെ തന്നെ എൻ ടൈപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് പി ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ സിലിക്കണിലേക്ക് നമ്മൾ ബോറോൺ ആഡ് ചെയ്യുന്നു. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലിക്കണിലേക്ക് ഫോസ്ഫറസിന് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പി ടൈപ്പ് സിലിക്കണോ അതുപോലെ തന്നെ എൻ ടൈപ്പ് സിലിക്കണോ എടുക്കുന്നത്. അതുപോലെ തന്നെ അതിന് രണ്ടിനെയും നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അതാണ് അതിൻ്റെ നമ്മൾ പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് വന്ന് പതിക്കുന്നത് പി എൻ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഇലക്ട്രോൺ ഹോൾ ഇലക്ട്രോണും ഹോളും ജനറേറ്റ് ചെയ്യുകയും അവ ഇലക്ട്രോൺസ് സെമി കണ്ടക്ടറിൻ്റെ എൻ റീജിയനിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഹോൾസ് സെമി കണ്ടക്ടർ പിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ ഒരു കണ്ടക്ഷൻ ഈ ഒരു സോളാർ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇനി വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ജംഗ്ഷനിലാണ് ആക്ച്വലി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് റൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് കണ്ടക്ടർ എൻ ആണിത്. പിന്നെ ഇത് സെൻറ്ററിലുള്ളത് അതിൻ്റെ പി എൻ ജംഗ്ഷൻ ആണ്. ഇനി ഇത് സെമി കണ്ടക്ടർ പി ആണ്. അതുപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള കണക്ഷൻ, അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നെഗറ്റീവ് ടെർമിനൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റാലിക് ആയിട്ടുള്ള പോർഷനാണ്. ഇനി അതുപോലെ തന്നെ ആൻറ്റി ഗ്ലറിങ്
കവറിങ് മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നടക്കുന്ന 3 പ്രോസസ്സുകളാണ്. ഒന്ന് ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ അബ്സോർബ് ചെയ്യപ്പെട്ട സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇലക്ട്രോൺ ഹോൾ പെയർസ് സെപ്പറേറ്റ് ചെയ്ത് അവ 2 ടെർമിനലിലേക്ക്, അതായത് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോവുകയും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോവുകയും ആ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഒരു സപ്ലൈ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് PV സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി സാധാരണ ഒരു സിംഗിളായിട്ടുള്ള ഈ സെല്ല് ഏകദേശം ഒരു 100 മില്ലി വാട്ട് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ വെച്ചിട്ട്. ഇനി നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇത് ഒരു 50 തൊട്ട് 125 മില്ലി വാട്ട് വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ ഒരു മാനുഫാക്ചർ ചെയ്യുന്നത് 50 മില്ലി വാട്ടോ അല്ലെങ്കിൽ 125 മില്ലി വാട്ടോ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് സാധാരണ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് നോക്കുകയാണ്, 100 മില്ലി വാട്ട്സ് ഉള്ള ഒരു സെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 50 മില്ലി ആംബിയർ കിട്ടുന്നത് അതിൻ്റെ 0 വോൾട്ടേജിലാണെന്ന് നമുക്ക് കാണാം. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവുന്ന കേസിലാണ് 100 മില്ലി വാട്ടിൻ്റെ ഒരു സെല്ലിൽ 50 മില്ലി ആംബിയർ കറണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നമുക്ക് 125 മില്ലി വാട്ട്സിൻ്റെ ഒരു സെല്ലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ 62 അല്ലെങ്കിൽ 63 മില്ലി ആംബിയർ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആകുന്ന കേസിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ടെർമിനൽസ് ഷോർട്ടാണ്, അതായത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇവിടെ നമുക്ക് 100 മില്ലി വാട്ടിൻ്റെ ഒരു സെല്ല് 50 മില്ലി ആംബിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, the cell will deliver an output current of 50 milliampere when the output terminals are short circuited. Then the output voltage will be 0. അതായത് എക്സ്റ്റേണൽ സർക്യൂട്ട് ഷോർട്ട് ആകുന്ന, അല്ലെങ്കിൽ ടെർമിനൽസ് ഷോർട്ട് ആകുന്ന സമയത്ത് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവുകയും അവിടുത്തെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന കറണ്ട് 50 മില്ലി ആംബിയർ ആവുകയും ചെയ്യുന്നു. അത് 100 മില്ലി വാട്ടിൻ്റെ സെൽസിൻ്റെ കേസിലാണ്. ഇനി നമ്മൾ അറേ ഓഫ് സോളാർ സെൽ എന്ന് പറയുന്നത് നമുക്കൊരു സെല്ലുകളെ നമ്മൾ ഒരുപാട് സോളാർ പാനലുകളെ നമ്മൾ ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നതാണ് അറേ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ അതിനെ ഒരു എക്സ്റ്റേണൽ ലോഡുമായിട്ട് കണക്ട് ചെയ്തതാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അതായത് 18 പാരലൽ ഗ്രൂപ്പ്സ് ആണ്, അതായത് 18 പാരലൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 13 സീരീസ് കണക്റ്റഡ് സെൽസ്, അതായത് സെൽസിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 13 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സെല്ലിനും ഓരോ വോൾട്ട് വെച്ച് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ട് എന്ന് പറയുന്നത് 13 വോൾട്ട് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു അറേയിൽ നിന്ന് ലഭ്യമാകുന്ന 13 വോൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്കറിയാം 12നേക്കാളും കൂടുതൽ വോൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സപ്ലൈ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ 13 വോൾട്ടെങ്കിലും നമുക്ക് തരാൻ പറ്റിയ ഒരു അറേ നമ്മൾ ചൂസ് ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പാരലൽ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ എത്ര സീരീസ് ആയിട്ട് സെല്ലുകളെ കണക്ട് ചെയ്യണം എന്നുള്ളതുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇതുപോലെ സെല്ലുകളെ സീരീസ് ആയിട്ടും അതുപോലെ തന്നെ പാരലലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം. അതായത് ഇപ്പോൾ 13 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ ഓരോ വോൾട്ടിൻ്റെ സെൽസ് ആണെങ്കിൽ നമ്മൾ 13
സീരീസ് കണക്റ്റഡ് സെൽസ് ചൂസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം കറണ്ടാണ് ആവശ്യമുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലായിട്ട് ഗ്രൂപ്പിങ്ങുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ ഓരോ അവൈലബിലിറ്റിക്ക് നമ്മുടെ ആവശ്യമുള്ള വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും അനുസരിച്ച് അതിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ സോളാർ സെൽ നമുക്ക് ഫാം ആക്കി മാറ്റുമ്പോൾ എന്താണ് മാറ്റം എന്നാണ്, അതായത് സോളാർ ഫാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോളാർ സെല്ല് എന്ന് പറയുന്നതാണ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അതായത് സെല്ലുകൾ ഒരു സിംഗിൾ സെല്ല് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലുകളെ ഒന്നിച്ച് ചേർത്ത് നമ്മളൊരു പാനൽ ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ സോളാർ പാനൽ അല്ലെങ്കിൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ട് മാത്രം നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് സപ്ലൈ വേണം എങ്കിൽ ഇതുപോലെയുള്ള മൊഡ്യൂളുകളെ നമുക്ക് ഒന്നിച്ച് ചേർത്ത് ഒരു അറയാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, മെനി സെൽസ് ടു മേക്ക് മൊഡ്യൂൾ, അതായത് ഒരുപാട് സെല്ലുകളെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു മൊഡ്യൂൾ ഉണ്ടാക്കാം. മെനി മൊഡ്യൂൾ മേക്ക് ആൻ അറേ, അതായത് ഒരുപാട് മൊഡ്യൂളുകൾ കൂടി ചേർത്തിട്ട് നമുക്ക് അറേ ഉണ്ടാക്കാം. ഇനി ഇതുപോലെയുള്ള ഒരുപാട് അറേകളെ എഗെയിൻ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, സോളാർ ഫാം ഉണ്ടാക്കാം. അപ്പം ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോമാണ് സോളാർ ഫാം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ പരിചയപ്പെടാം, അതായത് സീരീസ് പാരലൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ വില്ലേജ് വെൽഫെയർ ക്ലബ് ഈസ് ഹാവിംഗ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വിച്ച് ഓപ്പറേറ്റ് അറ്റ് 24 വോൾട്ട് ടേക്കിംഗ് എ കറണ്ട് ഓഫ് 3 ആംപിയർ ഫോർ 4 hours. അതായത് ഒരു വില്ലേജ് വെൽഫെയർ ക്ലബ്ബ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി യൂസ് ചെയ്യുന്നുണ്ട്. അത് 24 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ അത് 3 ആംപിയർ വെച്ചിട്ട് 4 മണിക്കൂറിലാണ് അത് ആക്സസ് ചെയ്യുന്നത്. Normally, an array of solar cells are used for charging the 24-volt batteries and the light source from sun available to energize the cells for about 10 hours a day. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. പക്ഷേ ആ ബാറ്ററി ചാർജ് ചെയ്യുന്നത് സോളാർ സെൽസ് യൂസ് ചെയ്തിട്ടാണ്. അതും 10 മണിക്കൂർ ഡേ ടൈം അവർക്ക് ചാർജിങ്ങിനായിട്ട് ലഭ്യമാകുന്നുള്ളൂ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോളാർ സെൽസ് ഓഫ് 125 milliwatts per centimeter square റിക്വയർഡ് ആൻഡ് ദ സീരീസ് പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര സോളാർ സെല്ലുകൾ നമുക്ക് ടോട്ടൽ വേണം. ആ ഓരോ സോളാർ സെല്ലിനും ചെറിയ സോളാർ സെല്ലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് 125 milliwatts ആണ്. അത്ര പവർ മാത്രമേ ഓരോ ചെറിയ സെല്ലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്തരത്തിലുള്ള എത്ര സെല്ലുകൾ കൂട്ടിച്ചേർത്താലാണ് നമുക്ക് ഈ റിക്വയർമെൻറ്റ്, അതായത് 24 വോൾട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ സീരീസ് പാരലൽ ഗ്രൂപ്പിങ്ങും, അതായത് സീരീസായിട്ട് എത്ര സെല്ലുകളെ കണക്ട് ചെയ്യണം, അതുപോലെ പാരലായിട്ട് എത്ര സെല്ലുകളെ നമുക്ക് കണക്ട് ചെയ്യണം എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ആസ് പെർ ദ ഗ്രാഫ്, അതായത് നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു തന്നല്ലോ. അതായത് ഈ ഗ്രാഫ് അനുസരിച്ച് നമ്മളിപ്പോൾ 125 milliwatt per centimeter square പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. അതായത് അതിൻ്റെ ഇപ്പോൾ ഇവിടെ 57, അതായത് 57 മില്ലി ആംപിയർ ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് അല്ലേ. മാക്സിമം പവർ ലഭ്യമാകുന്നത് എപ്പോഴാണ്, അത് 57 മില്ലി ആംപിയർ ആണ് അതിൻ്റെ മാക്സിമം പവർ പോയിന്റിൽ അതിൻ്റെ ആംപിയർ എന്ന് പറയുന്നത്. ആ സമയത്ത് അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.45 അല്ലെങ്കിൽ 0.4 സംതിങ് ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ മാക്സിമം പവർ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം പവർ പോയിന്റുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ആ മാക്സിമം പവർ പോയിന്റിൽ എത്രയാണ് അതിൻ്റെ കറണ്ട് എന്നും എത്രയാണ് അതിൻ്റെ വോൾട്ടേജ് എന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 0.45 വോൾട്ടും അതുപോലെ തന്നെ 57 മില്ലി ആംപിയറും ആണ് 125 മില്ലി വാട്ട്സിൻ്റെ ഒരു സെല്ലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 10, അതായത് നമ്മൾ 24 വോൾട്ട് ബാറ്ററിയാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും 24 വോൾട്ടിനേക്കാളും കൂടുതലായിരിക്കണം അല്ലേ. അപ്പോൾ ഒരു 10% കൂടുതലായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10% എന്ന് പറയുമ്പോൾ എത്ര വരിക, 2.4. അപ്പോൾ 2.4 കൂടെ 24 കൂടെ ആഡ് ചെയ്യുമ്പോൾ 26.4 വരും. അപ്പം ആ ഒരു സോളാർ ആ ഒരു ഗ്രൂപ്പ്, അതായത് സോളാർ സെൽസിൻ്റെ ആ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എത്രയാണ്, 26.4. അത്രയും വോൾട്ട് പ്രൊവൈഡ് ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 24 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് കറക്റ്റ് 24 വോൾട്ട് അല്ല, എത്രയാണ്, 26.4 ആണ്. അതായത് 10% എക്സ്ട്രാ നമ്മൾ എടുത്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് സീരീസ് കണക്റ്റഡ് സെൽ, അതായത് എത്ര സെല്ലുകളെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നാണ് നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ സെൽ വോൾട്ടേജ്, അതായത് ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട വോൾട്ടേജ് എത്രയാണ്, 26.4 വോൾട്ട്. അതിനെ ഓരോ സെല്ലിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്, 0.45 വോൾട്ട്. അപ്പോൾ 26.4 ഡിവൈഡഡ് ബൈ 0.45 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 58.5 ആണ്. പക്ഷേ നമുക്ക് സെല്ലിൻ്റെ പകുതി എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ റൗണ്ട് ചെയ്തിട്ട് 59 സെല്ലായിട്ട് നമുക്ക് സീരീസ് ആയിട്ട് എടുക്കാം. അപ്പോൾ സീരീസ് ആയിട്ട് നമുക്ക് വേണ്ടുന്നത് എത്രയാണ്, 59 സെൽസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എത്ര സെല്ലുകളെ നമുക്ക് പാരലലായിട്ട് കണക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരലൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കറണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ്, അതായത് കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് എത്ര റിക്വയർമെൻറ്റ് കറണ്ട് ആവശ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാരലൽ കണക്ഷൻ അല്ലെ പാരലലായിട്ട് എത്ര സെല്ലുകൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഒരു ടി വി, അതായത് 3 മണിക്കൂറിൽ 3 ആംപിയർ ആണ് 4 അവർ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാർജ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q = I × T ആണ് അല്ലേ. അപ്പം 3 ആംപിയറും 4 അവറും ആണെങ്കിൽ അന്നേരമുള്ള ആംപിയർ അവർ ആണ് ചാർജിൻ്റെ യൂണിറ്റ്. അപ്പം അതിൻ്റെ എത്രയായിരിക്കും ആംപിയർ അവർ, 3 × 4, അതായത് 3 ആംപിയർ × 4 ആംപിയർ = 12 ആംപിയർ അവർ ആയിരിക്കും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ്, 10 hours ആണ്. ഓക്കെ, ഓൺലി 10 hours മാത്രമേ നമുക്ക് ഈ 12 ആംപിയർ അവർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത്രയും ചാർജ് അവിടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ടൈം ഉള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് വേണം, ഈ ഒരു ടൈം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആംപിയർ അവർ എത്ര ആംപിയറിൻ്റെ ആയിരിക്കണം ഓരോ സെല്ല് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ആംപിയർ അവേഴ്സ് അതിന് വേണ്ടിയിട്ട്, അതായത് ആംപിയർ അവർ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംപിയർ അവേഴ്സ്, അതായത് ടോട്ടൽ ആംപിയർ അവർ എത്രയാണ്, 12 ഡിവൈഡഡ് ബൈ അവേഴ്സ്, അതായത് ടോട്ടൽ ആംപിയർ അവറിനെ എത്ര മണിക്കൂർ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എത്ര അവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1.2 ആംപിയർ ആണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഓരോ ആംപിയർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 1.2 ആംപിയർ ആണ് നമുക്ക് കിട്ടി. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ഇൻ പാരലൽ, അപ്പോൾ നമുക്ക് ആ ഒരു മൊത്തം സോളാർ പാനൽ പ്രൊവൈഡ് ചെയ്യേണ്ട കറണ്ട് എത്രയാണ്, 1.2 ആംപിയർ ആണ്. അപ്പോൾ അത്രയും കറണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എത്ര സെല്ലുകളെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ സെൽ കറണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് ടോട്ടൽ ആ സെൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഔട്ട്പുട്ട് കറണ്ട് 1.2 ആംപിയർ ആണ്. പക്ഷേ ഓരോ സെല്ലും, അതായത് ഒരു സെല്ലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എത്രയാണ്, 57 മില്ലി ആംപിയർ. അപ്പോൾ 1.2 ആംപിയർ ഡിവൈഡ് ബൈ 57 മില്ലി ആംപിയർ. 57 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെല്ലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ട്. പക്ഷേ 1.2 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെയുള്ള ഒരുപാട് സെല്ലുകളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ആ ഒരു പാനലിന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് മൊത്തമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ട്. ഇപ്പോൾ 1.2 ഡിവൈഡ് ബൈ 57 മില്ലി ആംപിയർ ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 21 സെൽസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും.
ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം മനസ്സിലായി പാരലലായിട്ട് നമുക്ക് 21 സെല്ലുകളെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ സീരീസ് ആയിട്ട് എത്ര സെല്ലുകളെ കണക്ട് ചെയ്യണം? 59 സെൽസിനെ കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് ടോട്ടൽ ഒരു സോളാർ പാനലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോട്ടൽ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, PV സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എത്ര സെല്ലുകൾ സീരീസ് ആയിട്ട് നമുക്ക് വേണം? 59. അതുപോലെ തന്നെ പാരലലായിട്ട് വേണ്ടത് 21. അപ്പോൾ ടോട്ടൽ സെല്ലുകളുടെ എണ്ണം എത്രയായിരിക്കും? നമ്പർ ഓഫ് സെൽസ് ഇൻ സീരീസ് ഇൻറ്റു നമ്പർ ഓഫ് സെൽസ് ഇൻ പാരലൽ. ഓക്കെ. അപ്പോൾ 59 ഇൻറ്റു 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 1239. ഓക്കെ. അപ്പോൾ അത്രയും സെല്ലുകളാണ് നമുക്ക് ടോട്ടലി ആ ഒരു സിസ്റ്റത്തിന് വേണ്ടുന്നത്. അതായത് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? 1.2 ഔട്ട്പുട്ട് 1.2 ആംബിയർ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ 26.4 വോൾട്ടേജ് ഔട്ട്പുട്ട്. അത് രണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായത് എത്രയാണ്? 1239 സെൽസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക. അതിൽ കൂടെ നിങ്ങൾക്ക് ആ ഒരു സീരീസ് പാരലൽ അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.